മോളെ വന്നേ ഇങ്ങോട്ട് വന്നേ. എന്താ അച്ഛാ? അല്ല അച്ഛൻ ഇതെങ്ങോട്ടാ? ഞാനൊന്നേ തലസ്ഥാനം വരെ ഒന്ന് പോവുക. കാര്യം ഇലക്ഷൻ വരെയല്ല, അതിന്റെ മുന്നോടിയായിട്ട് കുറച്ച് യോഗവും പരിപാടിയൊക്കെ ഉണ്ട്. ഓ എങ്ങനെയാ പോണേ? ട്രെയിനിൽ. എങ്കി പോയിട്ടോ. ആരടപ്പാ പോണേന്ന് നോക്കിയേ? അതിപ്പോ പറഞ്ഞാലല്ലേ അറിയൂ. മന്ത്രി സീമ ജോർജ്. ആഹാ, അത് കൊള്ളാലോ. ഇവിടെ ചിലവരൊക്കെ ഉണ്ടല്ലോ, മന്ത്രിയെ അടുത്ത് കണ്ടിട്ടുണ്ടോന്ന് തന്നെ സംശയ. മട്ടും ഭാവൊക്കെ കണ്ട പാർട്ടിയുടെ അടുത്ത വലിയ ആളാണെന്ന വിചാരം. താൻ മന്ത്രിയുടെ കൂടെ രാജാവിന്റെ കൂടെ ആരുടെ കൂടെ വേണേലും പോക്കോ. അതൊക്കെ എന്റെ മുന്നിൽ വന്നു കിടന്ന് വിളമ്പേണ്ട കാര്യം എന്തോ. എന്റെ പൊന്നച്ഛ, അമ്മ അവിടെ വെറുതെ ഇരിക്കുമല്ലായിരുന്നോ? എന്തിനാ അമ്മയോട് വഴക്കുണ്ടാക്കാൻ പോണേ? ഞാൻ 10 വോട്ടിന് തോറ്റപ്പോ അവള് കിടന്ന് അർമാദിച്ച് നീ കണ്ടതല്ലേ. അപ്പൊ എനിക്ക് ചാൻസ് കിട്ടിയാണ്ടല്ല, ഞാനത് ഉപയോഗപ്പെടുത്തും, ഉറപ്പാ. തനിക്ക് പോണമെങ്കിൽ ഇറങ്ങിപ്പോ, അല്ലാതെ കൂടുതൽ ഡയലോഗ് അടിച്ചാൽ തന്റെ ശവായിരിക്കും ഇനി ഇവിടെ വീഴാൻ പോകുന്നു. അച്ഛാ, അച്ഛൻ പൊക്കും, അമ്മ ചിലപ്പോ പറഞ്ഞ പോലെ ചെയ്യും. അമ്മേ കണ്ടോ, അച്ഛൻ മന്ത്രിയുടെ കൂടെ വരെ പോന്നെ. അതിനിപ്പോ ഞാനെന്തോ വേണം? അത് കണ്ടിട്ട് സഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. അങ്ങേരും മന്ത്രിയുടെ കൂടെയല്ലേ പോയുള്ളൂ, അല്ലാതെ മന്ത്രി ഒന്നും ആയിട്ടില്ലല്ലോ. ഈ വീട്ടിൽ ആരാ മന്ത്രിയാകാൻ പോകുന്നെന്ന് നമുക്ക് കാണാം. എന്തായാലും ഈ വാശി നല്ലതാ. നിങ്ങൾ രണ്ടുപേരും പോരാട്ടം കാണാൻ ഞാൻ റെഡിയാ. ഇയാൾക്ക് മന്ത്രിയുടെ കൂടെ പോകാനുള്ള ബന്ധങ്ങളൊക്കെ ആയോ? എടാ കൊച്ചാപ്പി, മെമ്പർ വാസുദേവൻ നമ്മളറിയാതെ അങ്ങ് വളർന്ന് പന്തലിക്കുകയാണല്ലേ. ഓ, കാര്യം ഞാൻ പാർട്ടിയുടെ വലിയ നേതാക്കന്മാരുടെ അടുത്ത ആളാണെന്നാ പറയാറ്. പക്ഷെ ഞാൻ ഇന്നുവരെ ഒരുത്തനും നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ എന്താ? ദേവകി മെമ്പർക്ക് സുഖമാണോ? ദേവകി മെമ്പറുടെ പ്രവർത്തനങ്ങളെല്ലാം നന്നാവുന്നുണ്ടോ? ദേവകി മെമ്പർ ഫുഡ് കഴിച്ചോ? ഇതെല്ലാം എല്ലാ നേതാക്കളും എന്നോട് ചോദിക്കാറുണ്ട്. ഓ പിന്നെ, എന്റെ സുഖവിവരം അന്വേഷിക്കലല്ലേ അവരുടെ പണി. നീ ഒന്ന് പോയടാ കൊച്ചാപ്പി. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലെന്ന് പറയുമ്പോൾ മെമ്പർക്ക് മെമ്പറുടെ അവസ്ഥ. ആ വാസുദേവൻ എങ്ങനെയെങ്കിലും പോകാതെ തടയണം. അതിനിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? ഈ മന്ത്രിയുടെ കൂടെയുള്ള യാത്ര തടയുക എന്നൊക്കെ പറഞ്ഞാൽ കാറോ ബസ്സോ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കരിങ്കൊടി കാണിക്കായിരുന്നു. ഈ ട്രെയിനിൽ കൊണ്ടുപോയി നമ്മൾ എന്തോ കാണിക്കും. ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആണ്. അതൊന്നും കേൾക്കൂല. എന്നാലേ ഞാൻ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞാലും അതൊന്നും ഒരു അടവാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണല്ലോ അയാൾ. അല്ലെങ്കിൽ തന്നെ അങ്ങനെ കിടന്നാൽ പോലും അങ്ങേര് ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? മെമ്പറായിട്ട് ജയിക്കണ്ടായിരുന്നു. അതെന്താ മെമ്പർ അങ്ങനെ ഒരു ഡോക്ക്? അല്ല, അങ്ങേരായിരുന്നു ജയിച്ചിരുന്നെങ്കിലേ ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഈ പഞ്ചായത്ത് വിട്ട് വെളിയിൽ പോകാതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോ കളം വേറെ ആയിരിക്കുക, പുറത്തേക്കൊക്കെയായി യാത്ര. മെമ്പർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്റെ ചോരയും നീരും കൂടെയാണ് മെമ്പറുടെ വിജയം. അതിനിങ്ങനെ വില കുറച്ച് കാണരുത്. ആ സതീശേ, ആ എപ്പോ? വൈകുന്നേരം? ആ ഞാൻ വരാമല്ലോ. ആ ഞാൻ വരാം. ഓക്കെ. മെമ്പറേ, തേടിയ വള്ളി നമ്മുടെ കാലി ചുറ്റിയിട്ടുണ്ട്. എന്നതാ നീ കാര്യം പറ. ഇന്ന് വൈകുന്നേരം നമ്മുടെ പാർട്ടി പ്രവർത്തകർ മന്ത്രി സീമ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടയുന്നുണ്ട്. ആ അത് കൊള്ളാം. ആ വാസുദേവൻ ഒരു കാരണവശാലും മന്ത്രിയുടെ കൂടെ പോകരുത്. ഒരു കാരണവശാലും പോകത്തില്ല. എന്നോട് എത്രയും പെട്ടെന്ന് പോയി റെയിൽവേ സ്റ്റേഷനിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ സമയം കളയണ്ട, നീ വേഗം റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ടു. അയാൾ ഇന്ന് അവിടെ തടയണം. മെമ്പറേ, ഈ മന്ത്രിയെ തടയുന്നതിനിടയിൽ ഞാൻ വാസുദേവ മെമ്പർക്കിട്ട് 2 എണ്ണം പൊട്ടിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോടാ അത് വേണ്ട. കാര്യം ഞങ്ങൾ ശത്രുക്കളെ പോലെ ആണെങ്കിലും അങ്ങേരന്റെ കെട്ടിയോനല്ലേടാ, ഞാൻ അതിന്റെ ഒരു ബഹുമാനം കാണിക്കണ്ടേ? കുഴപ്പമില്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷന്റെ കുറവുണ്ടാവും. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മെമ്പർ അപ്പൊ പടിവാതിൽ കാത്തിരുന്നു. പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയിട്ട് വരുന്നത് പോലെ വാസുദേവൻ ഇപ്പൊ തിരിച്ചു വരും. എന്നാ നീ സമയം കളയണ്ട, വേഗം പൊക്കൂ. എടുത്തത് ശരിയായില്ല. അമ്മയ്ക്ക് ഈ സാരി ഒന്ന് കളഞ്ഞിട്ട് വല്ല ചുരിദാർ വല്ല ഇട്ടൂടെ? ഈ സാരി കളയാനോ? ഇത് നല്ല ഒന്നാന്തരം ബംഗാൾ കോട്ടൺ സാരി. ഇത് ഞാൻ കളയത്തില്ല. പിന്നെ ചുരിദാറിട്ട് എനിക്ക് വേണ്ട. ഒന്നിട്ടെന്റെ കേട് തീർന്നു. എന്നാലും അച്ഛനമ്മ ചുരിദാർ ഇടുന്നത് തന്നെ അങ്ങനെ ഇഷ്ടമൊക്കെ ഇവിടെ ആര് നോക്കുന്നു? ശരിക്കും
ഏത് കാറ്? ശരിയാണല്ലോ. അമ്മേ, അയ്യോ, അച്ഛ ഇതെന്ത് പറ്റി? ഇതിലേക്കുള്ള എന്നാ പറ്റാനാ? കാര്യം പറ. മെമ്പർക്ക് തൽക്കാലത്തിൽ കുറച്ച് സംസാരിക്കാൻ പറ്റൂല. അയ്യോ, സ്വന്തം വീട്ടിലുള്ളവരുടെ പണി തന്നെയല്ലേ. അമ്മ എന്താ ഈ സംഭവം? നീ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്താ മെമ്പർ ഒന്നും അറിയാത്ത പോലെ? നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞത്? അതെ, മന്ത്രിയല്ലേ വഴി തടഞ്ഞത്. ഇങ്ങനെയോടാരാ അതിന്റെ ഇടയിൽ ചെന്ന് കയറാൻ പറഞ്ഞത്? ഇതേ മെമ്പറെ ഇലക്ഷൻ വെച്ചുള്ള പണിയാ എന്നാ മെമ്പർ പറയുന്നേ. ലക്ഷ്യം വെക്കാൻ ഇങ്ങേരാ പ്രധാനമന്ത്രിയാ? അതെ, ഇത് രാഷ്ട്രീയവാ. ഇതിനകത്ത് വഴിതടയലും കരിങ്കോടി കാണിക്കലും ഒക്കെ സർവ്വസാധാരണവാ. പിന്നെ ഇങ്ങേര് പാർട്ടിക്ക് വേണ്ടി കുറെ വെട്ടും കുത്തും കൊണ്ട ആളല്ലേ. ഇങ്ങേർക്ക് ഇതൊക്കെ പുത്തരിയൊന്നും അല്ലല്ലോ. അച്ഛ ഹോസ്പിറ്റലിൽ പോയോ? ഡോക്ടർ എന്താ പറഞ്ഞേ? കഴുത്തിന് നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട്. പിന്നിൽ നിന്ന പണിയാന്നാ മെമ്പർ പറയുന്നേ. ആ, എന്നാ നിങ്ങളുടെ പാർട്ടിക്കാര് തന്നെ ആയിരിക്കും. പിന്നെ ശത്രുക്കളുടെ എണ്ണത്തിൽ ഇങ്ങേർക്ക് കുറവൊന്നും ഇല്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കാം അമ്മേ. അച്ഛ ബാ, നമുക്ക് അകത്ത് പോവാം. സൂക്ഷിച്ച്. മെമ്പറേയും നോട്ടോട്ട് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നേ. പെടലി പോയെങ്കിൽ എന്താ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കൊണ്ടുപോയി ചില്ലിട്ട് വെക്കും മോളെ. നിന്റെ പണി കഴിഞ്ഞില്ലേ? പോവാൻ മേലെ. ആ ഞാൻ പോവാ. ആ പോ. ആ എന്റെ കൊച്ചാപ്പി, നീ കൈവെക്കുന്നതെല്ലാം പ്രശ്നത്തിലാണല്ലോ. എന്റെ പൊന്നു മെമ്പറെ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ഞാൻ അയാളുടെ അടുത്ത് പോലും പോയിട്ടില്ല. പിന്നെ അങ്ങേരുടെ പെടലി എങ്ങനെ ഒടിഞ്ഞടാ? അതെനിക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ അയാളുടെ അടുത്ത് പോണതിന് മുമ്പ് പോലീസ് നമ്മളെ പിടിച്ച് മാറ്റിയില്ലേ? ചേടാ, പിന്നെ ഇത് ആരാ അയാളുടെ പെടലി പിടിച്ച് എരിച്ചു വിട്ടത്? ഇത് അടവാ മെമ്പറെ. അയാൾ മാത്രമല്ല, അയാളുടെ മറ്റേ മന്ത്രിയില്ലേ, അവരും പോയി കിടപ്പുണ്ട് ഹോസ്പിറ്റലിൽ. എന്തിനാണെന്ന് ദൈവത്തിനറിയാം. പക്ഷേ നമ്മളൊന്നും ചെയ്തിട്ടില്ലെന്ന് എങ്ങനെ തെളിയിക്കൂ? CCTV ഉണ്ടല്ലോ, അതിന് നോക്കിയാ പോരെ. നീ ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളത് ഉറപ്പാണേ? എന്റെ അമ്മയാണ് സത്യം മെമ്പറെ. ഞാൻ അയാളെ ഒന്നും ചെയ്തിട്ടില്ല. അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തില്ല ഞാൻ. ഓ, അപ്പൊ ഇത് വാസുദേവന്റെ അടവാണല്ലേ? നിസ്സംശയം പറയാം, ഇത് അയാളുടെ പാർട്ടിയുടെ അടവാ. എന്നാ അയാളുടെ ഒടിയാത്ത പെടലി നമ്മളിന്ന് ഒടിക്കും. മെമ്പറുടെ ഈ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. നമുക്ക് ടൗണിൽ പോയി 2 ഗുണ്ടകൾ വിളിച്ചോണ്ടല്ലേ. എന്തിനാടാ ഗുണ്ടകള്? അങ്ങേരുടെ പെടലി ഒടിക്കാൻ നമ്മൾ രണ്ടുപേരും പോരെ? ആ, അപ്പം മെമ്പർ ഡേറ്റും സമയമൊക്കെ കുറിക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സെറ്റ്. ആശാനെ 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 ഇതെന്ത് പറ്റി? ആശാനെ പെടലി പിടിച്ച് തിരിച്ചാ? എടാ കള്ള, അല്ല ആശാനെ, ആശാന്റെ അടവായിരുന്നല്ലേ? ഇതൊക്കെ നമ്മുടെ കളിയുടെ ഉണ്ണികൃഷ്ണ. അല്ല, എന്താ ആശാന്റെ ഉദ്ദേശം? എന്നെ മന്ത്രിനെ അവന്മാരെ ആക്രമിക്കാൻ ശ്രമിച്ചു നമ്മുടെ അവന്മാരെ പൂട്ടൂലേ? അല്ല, സത്യത്തിൽ അവർ ആക്രമിച്ചിരുന്നോ? ആക്രമിച്ചൊന്നുമില്ല, കുറെ കൊടിയും കാണിച്ചൊന്നും ഭീഷണിപ്പെടുത്തി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ഈ CCTV ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പണിയാവില്ലേ? പണിയാവോ? അത് ശരിയാണല്ലോ ആശാനെ. CCTV നമുക്ക് പണിയാവോ? എടാ, നമ്മുടെ വായിൽ നാക്കല്ലേ, നമ്മുടെ നാടല്ലേ, നമുക്ക് അതനുസരിച്ച് വെട്ടി മറിച്ചൊക്കെ പറയാടാ. ആശാനെ, ഇപ്പൊ കിട്ടിയ ചാൻസ് നമുക്കൊരു തുറപ്പിച്ചിട്ടാ. അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാല് പിന്നെ ശുക്രൻ നമുക്ക് നേരെ ഉദിക്കും. ഹലോ, സോഷ്യൽ മീഡിയ ഫുള്ള് നമ്മൾ നിറഞ്ഞു നിൽക്കണോട്ടാ. അവന്മാർ നമ്മളെ ഉടായിപ്പോൾ പൊളിക്കാൻ വേണ്ടി പല വഴിയും പലതും ട്രാപ്പായിട്ടീന്ന് വരും. പക്ഷെ അതൊക്കെ പൊളിച്ച് നമുക്ക് അടിച്ചു മാറ്റണം. എന്ന് വെച്ചാൽ നമുക്കുണ്ടല്ലോ, നമ്മളാണ് കറക്റ്റ് എന്നുള്ള ആൾക്കാരെ അറിയണം. അതിനൊക്കെയല്ലേ ആശാനെ നമ്മളിവിടെ 10-20 ഫേക്ക് ഐഡി വെച്ച് നടക്കുന്നേ. എന്നാ ആയിക്കോട്ടെ, പാടാ.